ഈ എന്തായാലും ഞങ്ങൾക്ക് ആർക്കും ഇപ്പൊ കടലിൽ വന്ന് നിങ്ങളുടെ കടൽ റെസിപ്പി അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂല. ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മീൻ കൊണ്ട് ഒരു സിമ്പിൾ റെസിപ്പി പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് പറയാൻ പറ്റുന്ന റെസിപ്പി എന്തായിരിക്കും? പെട്ടെന്ന് പറയാൻ പറ്റുന്ന റെസിപ്പി എന്ന് വെച്ചാൽ നമ്മുടെ ആവോലി തന്നെ പറഞ്ഞോ. ആവോലി ഇപ്പൊ ഫ്രഷ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, നേരെ കുറച്ച് കടുക് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഉലുവിടുക, അതിനകത്തേക്ക് പച്ചമുളക് സവാള അതെല്ലാം ഇടുക. അതിനുശേഷം പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇത് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ഉണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അത് കഴിഞ്ഞിട്ട് മീനിട, ആവശ്യത്തിന് ഉപ്പിട, പിന്നെ പുളി, വാളംപുളിയാണ് നമ്മുടെ ബോട്ടിൽ ഉപയോഗിക്കാറുള്ളത്. കുടംപുളി ഉപയോഗിക്കുന്നവരുണ്ടാവും, വാളംപുളി ഉപയോഗിക്കുക. അതിനുശേഷം പിന്നെ ചൊറുക്ക ചിലവരൊഴിക്കും, ചിലവർ വിനാഗിരി. അതൊക്കെ ഒഴിച്ച് കുറച്ച് നേരം ഒരു 20 മിനിറ്റ് മൂടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ സ്ലോ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഓക്കെ സെറ്റ്. അതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൊടിക്കൂട്ടിരുന്നതിന്റെ അല്ല, മീനിന്റെ ടേസ്റ്റ് ആണ്. മീനിൽ അനാവശ്യമായിട്ട് ഒത്തിരി മസാലകളൊന്നും വാരിയിടരുത് അല്ലേ? മീൻ ആ ഫ്രഷ് ആയിട്ട് കിട്ടുന്നതിന്റെ ടേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതെ. അതുപോലെ മീൻ പറയുമ്പോഴത്തേക്ക് മീനിന്റെ കുക്കിംഗ് ടൈമും എല്ലാവരും ചില ആളുകൾ ചിലപ്പോൾ ചെമ്മീനൊക്കെ കഴിക്കുമ്പോൾ റബ്ബർ പോലെ ആവാറുണ്ട്. അപ്പൊ ഇതിന്റെ കുക്കിംഗ് ടൈം ഒക്കെ എങ്ങനെയാ ശരിക്കും പറഞ്ഞാല്? ഒത്തിരി വേവിക്കരുതല്ലോ മീൻ, അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ചെമ്മീന്റെ കാര്യത്തിൽ ഞാൻ കേട്ടേക്കണത്, അത് പലരും പറഞ്ഞ് ഞാൻ കേട്ടേക്കണത്, ഇത് അധികം കഴുകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴുകാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. കാരണം കഴുകി കഴിഞ്ഞാൽ ഇതിന്റെ കളി പോകുന്ന അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റിന്റെ ഒരു ഇതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അധികം കഴുകാണ്ട് തന്നെ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാനായിട്ട് പറ്റും. നമ്മ ബോട്ടിലൊക്കെ കഴിക്കാൻ നേരത്ത് നമ്മ ഒരു പ്രാവശ്യം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടാണ് നമ്മൾ പിന്നീട് കറി വെക്കണത്. അത്രേ ചെയ്യുള്ളൂ. അത്രയും അങ്ങനത്തെ ഒരു സിമ്പിൾ ആയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. ഒറ്റ പ്രാവശ്യം നമ്മൾ കഴുകുള്ളൂ. അത് അല്ലാണ്ട് അധികം നേരിട്ടൊന്നും നമ്മൾ കഴുകത്തില്ല. ഇതിന്റെ ബാക്കിൽ ഒരു നാര് പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് വിഷമാണെന്നൊക്കെ പറഞ്ഞു. അത് ചില ചെമ്മീനുകൾക്കാണ് ഉണ്ടാവുന്നത്. അത് ചിലവർക്ക് വിഷമൊന്നുമല്ല, അത് ചിലവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ബുദ്ധിമുട്ട് പോലെ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും. നമ്മൾ ഇത് ചെറുപ്പം തൊട്ട് ഇന്നേവരെയും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ എല്ലാവർക്കും ഒരേ ബോഡി ആയിരിക്കണമെന്നില്ല. അതെ.